നിളയുടെ കൈവഴികൾ പോലെ ശാന്തമായി ഒഴുകുന്ന പുഴയും പച്ച പട്ടുവിരിച്ച നെൽപ്പാടങ്ങളും നിറഞ്ഞ മനോഹരമായ ഗ്രാമമായിരുന്നു പൂമംഗലം. ആ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് കാലപ്പഴക്കം ചെന്നെങ്കിലും ഐശ്വര്യം തുളുമ്പുന്ന ഒരു ഓലമേഞ്ഞ വീടുണ്ടായിരുന്നു. അവിടെയാണ് പാർവതി അമ്മയും മകൻ അരുണും താമസിച്ചിരുന്നത്. കണ്ടാൽ ആരും പറയില്ല അതൊരു സമ്പന്നമായ കുടുംബമാണെന്ന്. മുഷിഞ്ഞ വസ്ത്രങ്ങളും ലളിതമായ ജീവിത രീതിയും പാർവതി അമ്മയെ ഒരു സാധാരണക്കാരിയായി മാത്രം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ആ പഴയ വീടിന്റെ അകക്കാമ്പുകളിൽ, ഇരുമ്പ് പെട്ടികൾക്കുള്ളിൽ പൂർവികർ നൽകിയ വജ്രാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഭദ്രമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. പാർവതി അമ്മയ്ക്ക് ആ സമ്പാദ്യത്തെക്കാൾ വിലപിടിപ്പുള്ളത് തന്റെ മകൻ അരുണായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം മകൻ മാത്രമായിരുന്നു അവരുടെ ലോകം. എന്റെ മോൻ എന്നെ വിട്ടുപോകരുത്, ആ പ്രാർത്ഥന മാത്രമായിരുന്നു അവരുടെ ചുണ്ടുകളിൽ. മകൻ വളർന്നു വലുതാകും തോറും അവനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ വല്ലാതെ വേട്ടയാടി. അതുകൊണ്ട് തന്നെ കൈവശമുള്ള സമ്പാദ്യത്തെക്കുറിച്ച് അവർ മകനോട് പോലും ഒരക്ഷരം മിണ്ടിയില്ല. പണമില്ലാത്തതിന്റെ പേരിൽ അവൻ എങ്ങോട്ടും പോകാതെ തന്റെ ചിറകിനടിയിൽ തന്നെ ഒതുങ്ങിക്കൂടും എന്ന് ആ പാവം അമ്മ വിശ്വസിച്ചു. അരുൺ വളർന്നു. പൂമംഗലത്തെ സ്കൂളിലും കോളേജിലുമായി അവന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി. യൗവനത്തിന്റെ തിളക്കത്തിൽ അവനൊരു സ്വപ്നമുണ്ടായിരുന്നു: കാവ്യ. തൊട്ടടുത്ത ഗ്രാമത്തിലെ സുന്ദരിയായ പെൺകുട്ടി. അവളുമൊത്ത് ഒരു ജീവിതം അവൻ സ്വപ്നം കണ്ടു. പക്ഷേ ജീവിതം മുന്നോട്ടു പോകാൻ പണം അത്യാവശ്യമായിരുന്നു. കാവ്യയുടെ വീട്ടുകാർ സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരാണ്. അവരെ ബോധിപ്പിക്കണമെങ്കിൽ അരുണിന് മികച്ചൊരു ജോലി വേണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണം. ഓസ്ട്രേലിയയിലേക്ക് പോവുക എന്നത് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു വൈകുന്നേരം അരുണിന്റെ ബാല്യകാല സുഹൃത്തായ രമേശനാണ് ആ രഹസ്യം അവനോട് പറഞ്ഞത്. അരുണേ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിന്റെ അമ്മയുടെ കൈവശം പഴയ വജ്രാഭരണങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. അത് വിറ്റാൽ നിനക്ക് 10 തവണ ഓസ്ട്രേലിയയിൽ പോയി വരാം. അരുണിന് അത് വിശ്വസിക്കാനായില്ല. ദാരിദ്ര്യം നടിച്ചു ജീവിക്കുന്ന തന്റെ അമ്മയുടെ കയ്യിൽ ഇത്രയും സമ്പത്തോ? അവൻ നേരെ വീട്ടിലേക്ക് പാഞ്ഞു. അമ്മേ, എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം. കാവ്യയെ കല്യാണം കഴിക്കണം. അമ്മയുടെ കയ്യിലുള്ള ആഭരണങ്ങൾ എനിക്ക് തരൂ. അരുൺ അമ്മയുടെ കാല് പിടിച്ചപേക്ഷിച്ചു. പാർവതി അമ്മ ഞെട്ടിപ്പോയി. തന്റെ രഹസ്യം മകൻ അറിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർക്ക് പണം നൽകാൻ മനസ്സ് വന്നില്ല. പണം കിട്ടിയാൽ അവൻ പറന്നു പോകും. പിന്നെ താൻ ഈ വീട്ടിൽ തനിച്ചാകും. ആ സ്വാർത്ഥമായ സ്നേഹം കാരണം അവർ കള്ളം പറഞ്ഞു. മോനെ, അതൊക്കെ പണ്ടേ വിറ്റു തീർന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മ പണം തരില്ലെന്ന് ഉറപ്പായതോടെ അരുണിന്റെ സ്വപ്നങ്ങളുടെ ചിറക് കരിഞ്ഞതുപോലെയായി. ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ മുഖത്തെ പ്രകാശമകന്നു. കാവ്യയുമായുള്ള കൂടിക്കാഴ്ചകൾ കുറഞ്ഞു വന്നു. ഒടുവിൽ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. പുഴക്കടവിൽ വെച്ച് അവസാനമായി കണ്ടപ്പോൾ കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അരുൺ, നമുക്കിനിയും കാത്തിരിക്കാൻ കഴിയില്ല, അവൾ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. വീട്ടുകാർ എനിക്കൊരു വിവാഹാലോചന ഉറപ്പിച്ചു. സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരാണ്. എനിക്ക് എനിക്കത് എതിർക്കാൻ വയ്യ. കാവ്യേ, കുറച്ചു കാലം കൂടി ഞാൻ എങ്ങനെയെങ്കിലും, അരുൺ യാചിച്ചു പറഞ്ഞു. പക്ഷേ അവൾ തലതാഴ്ത്തി നിന്നു. വെറും സ്നേഹം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ടു പോകില്ല അരുൺ. പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ വീട്ടുകാരുടെ കണ്ണീര് കാണാൻ എനിക്കാവില്ല. കാവ്യ അകന്നു പോകുന്നത് നോക്കി നിൽക്കാനേ അരുണിന് കഴിഞ്ഞുള്ളൂ. ആ നിമിഷം അവന്റെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന നിഷ്കളങ്കനായ കാമുകൻ മരിച്ചുപോയി. പകരം പണത്തോടും ലോകത്തോടും അടങ്ങാത്ത പകയുള്ള ഒരു പുതിയ മനുഷ്യൻ അവിടെ ജനിച്ചു. അന്ന് രാത്രി അവൻ വീട്ടിലെത്തിയത് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. വരാന്തയിൽ തിരിയിട്ടു കാത്തിരിക്കുന്ന പാർവതിയമ്മയെ കണ്ടതും അവന്റെ നിയന്ത്രണം വിട്ടു. സന്തോഷമായില്ലേ അമ്മയ്ക്ക്? കാവ്യ പോയി മറ്റൊരുത്തന്റെ കൂടെ. ഇതിനെല്ലാം കാരണം അമ്മയാണ്, അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. പാർവതിയമ്മ ആകെ വിറച്ചുപോയി. മോനെ, വിളിക്കരുതെന്നെ. അമ്മയുടെ ആ ശപിക്കപ്പെട്ട സ്നേഹമാണ് എൻ്റെ ജീവിതം തുലച്ചത്. പണമുണ്ടായിട്ടും അമ്മ അത് തന്നില്ലല്ലോ. മകൻ സന്തോഷമായി ജീവിക്കുന്നത് കാണുന്നതിനേക്കാൾ അമ്മയ്ക്ക് വലുത് ആ പെട്ടിയിലെ ആഭരണങ്ങളാണല്ലോ. അമ്മയുടെ വാക്കുകൾ അവൻ കാതോർത്തില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ വീട് ഒരു നരകമായി മാറി. അമ്മയുടെ വാക്കുകൾ അവൻ കാതോർത്തില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ വീട് ഒരു നരകമായി മാറി. അരുൺ ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ചു. പലപ്പോഴും അവൻ അമ്മയോട് സംസാരിച്ചില്ല. സംസാരിച്ചപ്പോഴൊക്കെ അത് മൂർച്ചയുള്ള വാക്കുകളായിരുന്നു. വാശിപ്പുറത്ത് അവൻ ഗ്രാമത്തിലെ പലിശക്കാരെയും സുഹൃത്തുക്കളെയും സമീപിച്ചു. ആത്മാഭിമാനം പണയം വെച്ച് അവൻ പണം യാചിച്ചു.
വിദേശത്ത് പോയാൽ ഉടനെ തിരിച്ചടയ്ക്കാമെന്ന വാഗ്ദാനത്തിൽ പലരും അവന് പണം നൽകി. ചിലർ അവനെ പരിഹസിച്ചു, ചിലർ സഹതാപത്തോടെ നോക്കി. എങ്ങനെയൊക്കെയോ വിസയ്ക്കും ടിക്കറ്റിനുമുള്ള പണം അവൻ സംഘടിപ്പിച്ചു. യാത്ര തിരിക്കുന്ന ദിവസം വന്നെത്തി. മുറ്റത്ത് ടാക്സി വന്നു നിന്നു. അരുൺ പെട്ടിയെടുത്ത് വെളിയിലേക്കിറങ്ങി. പാർവതി അമ്മ വാതിൽക്കൽ തളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ കുഴിവ് വീണതുപോലെയായിരുന്നു. മോനെ. അവർ നീട്ടിയ കൈകൾ വിറച്ചു. പോകുന്നതിനു മുൻപ് ഒരിത്തിരി കഞ്ഞി. അരുൺ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. വെറുപ്പ് മാത്രം. എനിക്ക് വിശക്കുന്നില്ല, അവൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അമ്മ ആഗ്രഹിച്ചതുപോലെ ആ സമ്പാദ്യങ്ങൾക്ക് കാവലിരുന്ന് ഇവിടെ തന്നെ കഴിഞ്ഞോളൂ. എനിക്ക് അമ്മയെ ഇനി കാണേണ്ട. ആ വാക്കുകൾ പാർവതി അമ്മയുടെ നെഞ്ചിൽ ഒരു ആണി അടിച്ചതുപോലെ തറച്ചു. അവർ നിലവിളിച്ചുകൊണ്ട് പുറകെ ഓടാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കാലുകൾ കുഴഞ്ഞു വീണു. മകൻ കാറിൽ കയറി അകന്നു പോകുന്നത് പൊടിപടലങ്ങൾക്കിടയിലൂടെ മങ്ങിയ കാഴ്ചയായി മാത്രം അവർ കണ്ടു. ആ വരാന്തയിൽ ഏകാന്തതയുടെ വലിയ ഇരുട്ടിലേക്ക് അവർ തനിച്ചായി. ഓസ്ട്രേലിയയിലെ സിഡ്നിയുടെ തിരക്കേറിയ തെരുവുകളിൽ അരുൺ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തു. തുടക്കത്തിൽ ഹോട്ടലുകളിലെ പാത്രം കഴുകിയും പെട്രോൾ പമ്പിലെ ജോലികളുമായി അവൻ കഷ്ടപ്പെട്ടു. ഓരോ ഡോളർ സമ്പാദിക്കുമ്പോഴും അവന്റെ ഉള്ളിലെ പക വർദ്ധിക്കുകയായിരുന്നു. നാട്ടിലേക്ക് 1 രൂപ പോലും അയക്കില്ലെന്ന് അവൻ ശപഥം ചെയ്തു. കാലക്രമേണ കഠിനാധ്വാനം അവനെ ഉയരങ്ങളിലെത്തിച്ചു. അവൻ സ്വന്തമായി ബിസിനസ് തുടങ്ങി. പണം കുമിഞ്ഞുകൂടിയപ്പോൾ അവന്റെ ജീവിത ശൈലിയും മാറി. ആഡംബര കാറുകൾ, വലിയ വീട്, പാർട്ടികൾ. പൂമംഗലത്തെ ദരിദ്രനായ അരുണിൽ നിന്ന് അവൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. ആ തിരക്കിനിടയിൽ ഒരു പാർട്ടിയിൽ വെച്ചാണ് അവൻ സാൻഡ്രയെ പരിചയപ്പെടുന്നത്. സൗന്ദര്യമുണ്ടായിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ അത്യാഗ്രഹത്തിന്റെ തിളക്കമായിരുന്നു കൂടുതൽ. അരുണിന്റെ പണമായിരുന്നു അവളെ ആകർഷിച്ചത്. സാൻഡ്രയുടെ സൗന്ദര്യം അരുണിനെയും സ്നേഹത്തെക്കാൾ ഉപരി. രണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളുടെ കൂടെ കൂടിച്ചേരലായിരുന്നു അവരുടെ വിവാഹം. സാൻഡ്രയ്ക്ക് വേണ്ടത് ആഡംബരമായിരുന്നു. അരുണിന് വേണ്ടത് തന്റെ വിജയം ലോകത്തെ കാണിക്കാൻ ഒരു കൂട്ടുപകാരിയെയും. ഇതേ സമയം പൂമംഗലത്തെ ആ പഴയ വീട്ടിൽ പാർവതി അമ്മ ഓരോ നിമിഷവും മകനെ കാത്തിരുന്നു. അയൽവാസികൾ ചോദിക്കുമ്പോൾ അവർ കള്ളം പറഞ്ഞു. അവൻ തിരക്കിലാണ്, വലിയ ജോലിയല്ലേ, അടുത്ത ഓണത്തിന് വരും. ഓരോ ഓണവും വിഷുവും കടന്നുപോയി. ഉമ്മറത്തെ ദ്രവിച്ച തൂണിൽ ചാരിയിരുന്ന് അവർ വഴിയിലേക്ക് നോക്കും. പോസ്റ്റ്മാൻ സൈക്കിളിൽ വരുമ്പോൾ ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു മിന്നലാട്ടം കാണാം. പിന്നെ അത് കെട്ടുപോകും. വീട് മെല്ലെ നാശത്തിലേക്ക് നീങ്ങി. മേൽക്കൂര ചോർന്നൊലിച്ചു. മുറ്റത്ത് കാട് പിടിച്ചു. പക്ഷേ പാർവതിയമ്മ ആ വീട് വിട്ടു പോയില്ല. എന്റെ മോൻ വരുമ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാകണം, അവർ പറയും. രമേശൻ വല്ലപ്പോഴും വന്ന് അവരെ കാണാറുണ്ടായിരുന്നു. അമ്മേ, അവനെ വിളിക്കണോ? രമേശൻ ചോദിക്കും. വേണ്ട രമേശ, അവന് സമയം കിട്ടുമ്പോൾ വിളിച്ചോളും. അപ്പോഴും മകനെ കുറ്റപ്പെടുത്താൻ അവർ തയ്യാറായില്ല. രാത്രികളിൽ മകന്റെ പഴയ ഡ്രസ്സുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ ഉറങ്ങാതെ കിടന്നു. വിശപ്പിനേക്കാൾ അവരെ തളർത്തിയത് ഏകാന്തതയായിരുന്നു. അങ്ങനെ 12 വർഷങ്ങൾ ആ അമ്മയുടെ കണ്ണുനീർ വീണ് ആ വീടിന്റെ മണ്ണ് പോലും നനഞ്ഞു കുതിർന്നു. ഒടുവിൽ വാർദ്ധക്യവും രോഗവും അവരെ കിടപ്പിലാക്കി. മരിക്കുന്നതിന് തൊട്ടു മുൻപ് മകന്റെ പേര് മാത്രം ചുണ്ടുകളിൽ ബാക്കിയാക്കി അവർ കണ്ണടച്ചു. പാർവതിയമ്മയുടെ മരണവാർത്ത രമേശൻ ഫോണിലൂടെ അറിയിക്കുമ്പോൾ അരുൺ ഒരു ബിസിനസ് മീറ്റിംഗിലായിരുന്നു. അരുൺ, അമ്മ പോയി. ഇന്നലെ രാത്രിയായിരുന്നു. അപ്പുറത്ത് മൗനമായിരിക്കുന്നു. ഒരു നെടുവീർപ്പ് പോലും അരുണിൽ നിന്നുണ്ടായില്ല. ശരി, ഞാൻ നോക്കട്ടെ എന്ന നിർവികാരമായ മറുപടിയിൽ അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഈ വാർത്ത സാൻഡ്രയിലുണ്ടാക്കിയത് മറ്റൊരു പ്രതികരണമായിരുന്നു. അരുൺ, ഇതാണ് സമയം. നിന്റെ അമ്മ മരിച്ചു. ഇനി ആ സ്വത്തുക്കൾക്ക് അവകാശി നീ മാത്രമാണ്. നമ്മൾ ഉടനെ നാട്ടിലേക്ക് പോകണം. ആ പഴയ വജ്രാഭരണങ്ങൾ, അവ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. സാൻഡ്രയുടെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ ഉള്ളിലെ അത്യാഗ്രഹം കൊണ്ട് അരുൺ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. വിമാനത്തിലിരിക്കുമ്പോൾ അരുണിന്റെ മനസ്സ് മുഴുവൻ ആഭരണങ്ങളെക്കുറിച്ചായിരുന്നു. അമ്മയുടെ മുഖമോ ബാല്യകാല ഓർമ്മകളോ അവനെ അലട്ടിയില്ല. എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ച് പൂമംഗലത്തെത്തിയപ്പോൾ ഗ്രാമം അവനെ അപരിചിതനെ പോലെ നോക്കി. പഴയ ആ വീടിന്റെ മുറ്റത്ത് കാട് പിടിച്ചു കിടക്കുന്നു. അമ്മയുടെ ചിത എരിഞ്ഞടങ്ങിയതിന്റെ ചാരവും ബാക്കി നിൽക്കുന്നുണ്ട്. അരുൺ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. അവൻ ഷൂസ് പോലും അഴിക്കാതെ വീടിനുള്ളിലേക്ക് കയറി. സാൻഡ്രയും കൂടെ ഉണ്ടായിരുന്നു. അവർ വീട് അരിച്ചു പെറുക്കാൻ തുടങ്ങി.
അലമാരകൾ വലിച്ചു തുറന്നു. പഴയ തുണികൾ വലിച്ചെറിഞ്ഞു. തറയോടുകൾ ഇളക്കി നോക്കി. ഓരോ മുറിയിലും അവർ ഭ്രാന്തമായി തിരഞ്ഞു. അടുക്കളയിലെ പാത്രങ്ങൾ വരെ അവർ വെറുതെ വിട്ടില്ല. "ഇവിടെ ഒന്നുമില്ല അരുൺ. നീ പറഞ്ഞത് കള്ളമാണോ?" സാൻഡ്ര ദേഷ്യത്തോടെ ചോദിച്ചു. "അല്ല, അത് ഇവിടെ തന്നെ ഉണ്ടാകും. അമ്മ അത് എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്." അരുൺ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ ആർത്തിയായിരുന്നു. അപ്പോഴാണ് രമേശൻ അവിടേക്ക് വന്നത്. അലങ്കോലമായി കിടക്കുന്ന വീടും വിയർത്തൊലിച്ചു നിൽക്കുന്ന അരുണിനെയും കണ്ട് രമേശന് പുച്ഛം തോന്നി. "അമ്മ മരിച്ചതിന്റെ കരച്ചിൽ പോലും നിന്റെ കണ്ണിലില്ലല്ലോ അരുൺ?" രമേശ് ചോദിച്ചു. "അതൊക്കെ പിന്നെ. നീ പറ, അമ്മയുടെ ആഭരണങ്ങൾ എവിടെ?" അരുൺ രമേശന്റെ ഷർട്ടിൽ പിടിച്ചു. രമേശൻ ഒരു നിമിഷം മൗനമായി നിന്നു. പിന്നെ ഒരു വലിയ കള്ളം പറയാൻ തീരുമാനിച്ചു, അവന്റെ ഉള്ളിലെ അത്യാഗ്രഹത്തിന്റെ ആഴമളക്കാൻ. "അരുൺ, അമ്മയ്ക്ക് നിന്നോട് വലിയ സ്നേഹമായിരുന്നു. മരിക്കുന്നതിന് മുൻപ് അമ്മ ഒരു വാശി പിടിച്ചു. എൻ്റെ മോൻ വന്നില്ല. ഇനി ഈ ആഭരണങ്ങൾ അവന് കിട്ടരുത്. അല്ലെങ്കിൽ അതെനിക്കൊപ്പം മണ്ണടിയണം." അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആ വജ്രാഭരണങ്ങളെല്ലാം അമ്മയുടെ മൃതദേഹത്തിനൊപ്പം ശവപ്പെട്ടിക്കുള്ളിൽ വെച്ചാണ് ഞങ്ങൾ അടക്കിയത്. രമേശന്റെ വാക്കുകൾ അരുണിന്റെ ബുദ്ധിയെ മരവിപ്പിച്ചു. അമ്മയുടെ ശവകുടീരത്തിനരികിൽ കോടികൾ വിലമതിക്കുന്ന വജ്രങ്ങൾ. ഒരു നിമിഷം അവൻ അന്ധനായിപ്പോയി. മരിച്ച അമ്മയോടുള്ള ആദരവോ ശ്മശാനത്തിന്റെ പവിത്രതയോ ഒന്നും അവന്റെ മനസ്സിൽ വന്നില്ല. കണ്ണുകൾക്ക് മുന്നിൽ തിളങ്ങുന്ന വജ്രക്കല്ലുകൾ മാത്രം. "അരുൺ, നീ എന്താണ് ആലോചിക്കുന്നത്?" സാൻഡ്ര അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ ശബ്ദം പാമ്പിന്റെ സീൽക്കാരം പോലെയായിരുന്നു. "ആ മണ്ണിൽ കിടന്ന് അത് നശിച്ചു പോകും. മരിച്ചവർക്ക് എന്തിനാണ് ആഭരണം? അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ന് രാത്രി തന്നെ നമുക്കത് എടുക്കണം." രാത്രി കറുത്തിരുണ്ടു. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇടയ്ക്കിടെ മിന്നുന്ന മിന്നൽ പിണറുകൾ പൂമംഗലത്തെ ഭീതിയിലാഴ്ത്തി. അർദ്ധരാത്രിയായപ്പോൾ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ആ പേമാരിയിൽ പ്രകൃതി പോലും കരയുന്നത് പോലെ തോന്നി. ഒരു ഇരുമ്പ് മൺവെട്ടിയുമായി കറുത്ത റെയിൻകോട്ടും ധരിച്ച് അരുൺ വീട്ടിൽ നിന്നിറങ്ങി. സാൻഡ്ര ഒരു ടോർച്ചുമായി കാത്തുനിന്നു. "വേഗം പോയി എടുത്തുകൊണ്ട് വാ," അവൾ ആക്രോശിച്ചു. ശ്മശാനത്തിലേക്കുള്ള വഴിയിലെ ചെളിയിലും വെള്ളത്തിലും അവൻ തെന്നി വീഴാൻ പോയി. പക്ഷേ വജ്രങ്ങളുടെ തിളക്കം അവനെ മുന്നോട്ട് നയിച്ചു. ശ്മശാനം ഭയാനകമായ നിശബ്ദതയിലായിരുന്നു. മഴത്തുള്ളികൾ ശവകുടീരങ്ങളിൽ വീണ് ചിതറുന്ന ശബ്ദം മാത്രം. അമ്മയുടെ ശവകുടീരത്തിന് മുന്നിലെത്തിയപ്പോൾ അവൻ ഒരു നിമിഷം നിന്നു. അവിടെ 6 അടി മണ്ണിൽ തന്നെ 10 മാസം ചുമന്ന, തനിക്കായി ജീവിച്ച അമ്മ ഉറങ്ങുന്നു. പക്ഷേ ആ ചിന്തകൾക്ക് ആയുസ്സുണ്ടായില്ല. അവൻ ആഞ്ഞു വെട്ടി. മൺവെട്ടി മണ്ണിൽ പതിക്കുന്ന ശബ്ദം ഇടിമുഴക്കത്തിൽ അലിഞ്ഞു ചേർന്നു. മഴവെള്ളം കലർന്ന മണ്ണ് അവൻ വാരി എറിഞ്ഞു. ഓരോ തവണ മൺവെട്ടി ഉയർത്തുമ്പോഴും അവന്റെ കിതപ്പ് കൂടി വന്നു. അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു തിളക്കമുണ്ടായിരുന്നു. ഒടുവിൽ മൺവെട്ടി എന്തിലോ തട്ടി ശബ്ദിച്ചു. ശവപ്പെട്ടിയുടെ പലക കിട്ടിപ്പോയി. അവൻ ആവേശത്തോടെ മന്ത്രിച്ചു. അവൻ കൈകൾ കൊണ്ട് മണ്ണ് മാറ്റി. ശവപ്പെട്ടിയുടെ മൂടി തുറക്കാൻ അവൻ ആഞ്ഞു ശ്രമിച്ചു. ആ നിമിഷം ശ്മശാനത്തിന് ചുറ്റും വലിയ ഫ്ലഡ് ലൈറ്റുകൾ തെളിഞ്ഞു. കണ്ണ് മഞ്ഞളിക്കുന്ന വെളിച്ചത്തിൽ അരുൺ പകച്ചുപോയി. മഴയുടെ ശബ്ദത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരു ഉച്ചാഭീഷണി മുഴങ്ങി. "നിർത്തടാ അവിടെ." വെളിച്ചത്തിലേക്ക് നോക്കി അരുൺ ഞെട്ടിവിറച്ചു. രമേശൻ, നാട്ടുകാർ, പോലീസ്, പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ ശവകുടീരം മാന്തി പൊളിക്കുന്ന മകനെ കണ്ട് അമ്മമാർ വായ് പൊത്തിക്കരിഞ്ഞു. പുരുഷന്മാർ അവനെ നോക്കി കാർക്കിച്ചു തുപ്പി. അരുണിന്റെ കയ്യിൽ നിന്ന് മൺവെട്ടി താഴെ വീണു. ചെളിപുരണ്ട കൈകളുമായി പാതി തുറന്ന ശവകുടീരത്തിനരികിൽ ഒരു കുറ്റവാളിയെപ്പോലെ അവൻ തലകുനിച്ചു നിന്നു. മഴ അവനെ അടിച്ചു നോവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലും വലിയ വേദനയായിരുന്നു ചുറ്റുമുള്ളവരുടെ നോട്ടം. ആൾക്കൂട്ടത്തിന്റെ മൗനം അരുണിനെ ശ്വാസം മുട്ടിച്ചു. പോലീസുകാർ വന്ന് അവന്റെ കൈകളിൽ വിലങ്ങു വീഴ്ത്തി. അപമാനം കൊണ്ട് തല ഉയർത്താനാവാതെ നിന്ന അരുണിന്റെ മുന്നിലേക്ക് രമേശൻ കടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ പുച്ഛമായിരുന്നു. 12 വർഷം നിന്റെ അമ്മ ഈ വഴിയിലേക്ക് നോക്കി കാത്തു നിന്നു. നീ വന്നില്ല. ഒടുവിൽ മരിച്ചു മണ്ണടിഞ്ഞപ്പോൾ നീ വന്നു. പക്ഷേ ഒരൽപ്പം കണ്ണീരുമായിട്ടല്ല, ഒരു മൺവെട്ടിയുമായി. രമേശൻ തന്റെ പോക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു രേഖ പുറത്തെടുത്തു. മഴ നനയാതിരിക്കാൻ അവനത് സൂക്ഷിച്ചിരുന്നു. അവനത് അരുണിന്റെ മുഖത്തേക്ക് നീട്ടി. "ഇത് നോക്ക്. ഇത് നിന്റെ അമ്മയുടെ വിൽപത്രമാണ്.
നീ ഒരിക്കലും തിരികെ വരില്ലെന്ന് ഉറപ്പായപ്പോൾ ആ പാവം അമ്മ തൻ്റെ സകല സമ്പാദ്യവും ആ വജ്രാഭരണങ്ങളും ഈ വീടും പറമ്പും എല്ലാം അടുത്തുള്ള അനാഥാലയത്തിന് എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. എൻ്റെ മകൻ എനിക്ക് തരാത്ത സ്നേഹം ഈ ലോകത്തുള്ള അനാഥ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ. ഇതായിരുന്നു അവരുടെ അവസാന വാക്ക്. അരുൺ നിശബ്ദനായിപ്പോയി. ഒരു വലിയ ഭാരം വന്ന് വീണതുപോലെ. പിന്നെ എന്തിനാണ് നീ കള്ളം പറഞ്ഞത്? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ രമേശിനോട് ചോദിച്ചു. രമേശനൊന്ന് ചിരിച്ചു. വേദന നിറഞ്ഞ ഒരു ചിരി. അതെനിക്ക് അറിയണമായിരുന്നു അരുൺ. പണത്തിന് വേണ്ടിയാണോ അതോ അമ്മയ്ക്ക് വേണ്ടിയാണോ നീ വന്നതെന്ന് എനിക്കറിയണമായിരുന്നു. നീ അത് തെളിയിച്ചു. നീ മനുഷ്യനല്ല. പണത്തിന് വേണ്ടി ശവകുടീരം പോലും മാന്തി പൊളിക്കുന്ന ഒരു കഴുകനാണ് നീ. കൂട്ടം കൂടി നിന്ന് നാട്ടുകാരിൽ നിന്ന് പലരും അവനെ ശപിച്ചു. അമ്മയുടെ വയറ്റിൽ പിറന്നതാണോ ഇവൻ എന്ന് പല ആൾക്കാരും ഉറക്കെ വിളിച്ചു ചോദിച്ചു. സാൻഡ്ര ഇതിനോടകം തന്നെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങിയിരുന്നു. അവൾക്ക് വേണ്ടത് പണമായിരുന്നു, അപമാനമായിരുന്നില്ല. പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ അരുൺ ഒന്ന് തിരിഞ്ഞു നോക്കി. പാതി തുറന്ന ശവകുടീരത്തിന് മുകളിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് അമ്മയുടെ കണ്ണീരാണെന്ന് അവന് തോന്നി. രമേശന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ശവകുടീരം നശിപ്പിക്കാൻ ശ്രമിച്ചതിലും പോലീസ് കേസെടുത്തു. എന്നാൽ അതിനേക്കാൾ വലിയ ശിക്ഷ ഗ്രാമത്തിന്റെ വെറുപ്പായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ അരുണിനെ ഒന്ന് നോക്കാൻ പോലും പൂമംഗലത്തുകാർ തയ്യാറായില്ല. അവൻ നടന്നു വരുമ്പോൾ കടകൾ അടച്ചു. കുട്ടികളെ വീടുകളിലേക്ക് വിളിച്ചു കയറ്റി. അവൻ വീട്ടിലെത്തിയപ്പോൾ സാൻഡ്ര അവിടെ ഉണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് ഒരു കത്ത് മാത്രം. അരുൺ, ഞാൻ വിവാഹം കഴിച്ചത് ഒരു കോടീശ്വരനെയാണ്. ശവകുടീരം മാന്തി പൊളിക്കുന്ന ഒരു ഭ്രാന്തനെയല്ല. നിനക്ക് സ്വത്തില്ലെന്ന് മാത്രമല്ല, ഇനി സമൂഹത്തിൽ വിലയുമില്ല. ഞാൻ പോകുന്നു. എന്നെ ഇനി അന്വേഷിക്കരുത്. അവൾ പോയി. വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ അവൾ തിരിഞ്ഞു നോക്കിയില്ല. അരുൺ ആ വലിയ വീട്ടിൽ തനിച്ചായി. കയ്യിലുള്ള പണം മുഴുവൻ കേസിനും വക്കീലിനുമായി ചെലവഴിച്ചു. ബിസിനസ് എല്ലാം തകർന്നു. സുഹൃത്തുക്കൾ അവനെ കൈവിട്ടു. അപമാനിതനായ അരുൺ ഒടുവിൽ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. എന്നാൽ പഴയ പ്രതാപത്തോടെ ആയിരുന്നില്ല. സിഡ്നിയിലെ തെരുവുകളിൽ അവൻ വീണ്ടും ഒരു അപരിചിതനായി. ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ എല്ലാം നഷ്ടപ്പെട്ടു. കടം കയറി. വീടും കാറും ജപ്തി ചെയ്തു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഇടുങ്ങിയ വാടക മുറിയിൽ രോഗബാധിതനായി അരുൺ കിടന്നു. ഇപ്പോൾ അവന്റെ കയ്യിൽ പണമില്ല. കൂട്ടിന് ആരുമില്ല. പണ്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പിശുക്കിയ കൈകൾ ഇന്ന് സ്വന്തം മരുന്നിന് വകയില്ലാതെ വിറച്ചു. രാത്രികളിൽ പനിച്ചു വിറയ്ക്കുമ്പോൾ അവൻ പലപ്പോഴും ഞെട്ടിയുണർന്നു. മോനെ എന്ന വിളി അവന്റെ കാതുകളിൽ മുഴങ്ങി. അത് പാർവതി അമ്മയുടെ ശബ്ദമായിരുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ സിഡ്നിയുടെ തിളങ്ങുന്ന വെളിച്ചങ്ങൾക്കിടയിൽ അവൻ കണ്ടത് പൂമംഗലത്തെ തന്റെ പഴയ വീടും വരാന്തയിലിരിക്കുന്ന തന്റെ അമ്മയുടെ മങ്ങിയ രൂപവുമായിരുന്നു. അമ്മേ, മാപ്പ്. അവന്റെ തൊണ്ടയിൽ നിന്ന് ആ വാക്കുകൾ പുറത്തു വരാൻ അവൻ കഷ്ടപ്പെട്ടു. ഒരു തുള്ളി വെള്ളം നൽകാൻ പോലും ആരുമില്ലാതെ അഗാധമായ കുറ്റബോധത്തിൽ നീറിപ്പുകഞ്ഞ് അവൻ മരണത്തിന് കീഴടങ്ങി. അസ്തമിക്കാത്ത ആഗ്രഹങ്ങൾ അവന് സമ്മാനിച്ചത് ആരും അറിയാതെ, ആരും കരയാതെ, ഒരു അനാഥനെ പോലെ മരവിച്ച ഒരു അന്ത്യം മാത്രമായിരുന്നു. ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ സ്റ്റോറിയുമായി വീണ്ടും കാണാം. താങ്ക്